പുട്ടിൻ്റെ പൂബാഗിനെ പറ്റിയിട്ട് കുറേ അഭ്യൂഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല തരത്തിലുള്ള കാര്യങ്ങളാണ് അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു ഈ കിം ജോങ് ഉന്നിൻ്റെ വിരലടയാളങ്ങൾ പോലും ആരും എടുക്കാതിരിക്കാനായിട്ട് അതെല്ലാം മായ്ച്ചു കളഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ശരിയാണോ പ്രിയ? ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യങ്ങൾ വെളിയിൽ പോകാതിരിക്കാൻ. എന്ത് രഹസ്യം? DNA രഹസ്യം. അതായത് വിരൽ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് സ്പർശിച്ചാൽ നമ്മുടെ വിരലിൻ്റെ ഉള്ള നനവുണ്ടല്ലോ, വിയർപ്പിൻ്റെ നനവ്, അത് എത്ര തണുപ്പാണെങ്കിലും നമ്മുടെ ഉള്ളം കൈ ചൂടായിരിക്കും. അപ്പോൾ ഉള്ളം കൈക്കകത്ത് ചെറിയ നനവ് ഉണ്ടായിരിക്കും. നമ്മൾ എന്തിൽ തൊട്ടാലും ശരി തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അവിടെ വരും. അപ്പോൾ കിം ജോങ് ഉൻ ചൈനയിൽ മീറ്റിങ്ങിനായിട്ട് വന്നിട്ട് പുതിനുമായിട്ടൊക്കെ ആയിരുന്നു മീറ്റിംഗ്. അതുപോലെ പലരുമായിട്ട് യോഗങ്ങളുണ്ടല്ലോ, അതൊക്കെ നടത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന ചെയറിൻ്റെ കൈപ്പിടിയിൽ, അതുപോലെ തന്നെ മേശയിൽ, തൊട്ട ഗ്ലാസ്സിൽ ഒക്കെ തന്നെ സ്പർശിച്ചിടത്തെല്ലാം അവർ ഗ്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ട് പോയി, ട്രേയോട് കൂടി എടുത്തുകൊണ്ട് പോയാണ് ക്ലെയിം ചെയ്യുന്നത്. ഈ പറയുന്ന മേശയും ഈ പറയുന്ന കസേരയും ഒക്കെ തന്നെ തുടച്ച് വൃത്തിയാക്കുകയാണ്. തുടച്ച് അതിൽ നിന്ന് ഈ വിവരങ്ങൾ ലഭിക്കാത്ത രീതിയിൽ അതിനെ സാനിറ്റൈസ് ചെയ്ത് ഈ രഹസ്യമായിട്ട് ഉള്ള ഒരു കാര്യങ്ങളും ലഭിക്കാത്ത രീതിയിലേക്ക് അതിനെ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, കാരണം നമുക്കറിയാമല്ലോ ഈ പറയുന്ന നേതാക്കന്മാർക്കെല്ലാം തന്നെ അപരന്മാരുണ്ട്. ഇവർ ബോഡി ഡബിൾ എന്ന് പറയും. ഈ ബോഡി ഡബിളുകളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ, ഇല്ലെങ്കിൽ ഇവർക്കൊരു പ്രത്യേക നിലപാടെടുക്കേണ്ടി വന്നാൽ, അപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പോലും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക. കാരണം ശത്രുവിൻ്റെ പിടിയിലായി ഒരു ബോഡി ഡബിളാണ് പിടിയിലായെങ്കിൽ യഥാർത്ഥ DNA ആരുടെയും കയ്യിലില്ല. ഇപ്പോൾ ഹിറ്റ്ലറൊക്കെ അതാണല്ലോ ചെയ്തത്. ഹിറ്റ്ലറുടെ കയ്യിൽ 7ഓളം ഡ്യൂപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അപരന്മാർ. ഈ അപരന്മാർ പലരെയും കൊന്നതിന് ശേഷമാണ് അവസാനമാണ് ഹിറ്റ്ലറിലേക്ക് എത്തിയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പല മാർഗ്ഗങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ അത് ഹിറ്റ്ലർ അല്ല, ഓരോരുത്തരെ കൊല്ലുമ്പോഴേ അത് ഹിറ്റ്ലർ അല്ല എന്നിവർ തിരിച്ചറിഞ്ഞു. പക്ഷേ എങ്കിലും തിയറിയിലുണ്ട്. അവസാനം ഒരു റഷ്യൻ കപ്പൽ എഴുതിയിരുന്ന, അതിൻ്റെ ലോഗ് ബുക്കിൽ എഴുതിയിരുന്ന ഒരു വിവരത്തെ പറ്റി പറയുന്നുണ്ട്. ഫ്യൂററിന് വേണ്ടിയിട്ട് ഒരു ഗ്രേറ്റ് സർവീസ് ചെയ്യാൻ കഴിഞ്ഞു. ഫ്യൂറർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഫ്യൂറർ എന്നാണല്ലോ വിളിക്കുന്നത്. ഈ പറയുന്ന ഹിറ്റ്ലറിനെ വിളിച്ചിരുന്ന പേരാണ് ഓ മൈ ഫ്യൂറർ എന്നാണ് ഒരു അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്രേറ്റ് ഫ്യൂറർ എന്നൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ ഈ പറയുന്ന ഫ്യൂററിന് വേണ്ടിയിട്ട് എനിക്ക് മഹത്തായ സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഒരു സോവിയറ്റ് യൂണിയൻ്റെ അന്നത്തെ ഒരു ഷിപ്പിൽ, അതായത് ഒരു റഷ്യൻ കപ്പലിൻ്റെ ഈ പറയുന്ന ലോഗ് ബുക്കിൽ എഴുതിയിരുന്നതായിട്ടൊരു വിവരമുണ്ട്. അപ്പോൾ അവസാനം ഹിറ്റ്ലർ മരിച്ചിട്ടില്ല എന്ന് പോലുമുള്ള വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. മറ്റേതോ ഭാഗത്ത്, ലോകത്തിൻ്റെ മറ്റേതോ ഭാഗത്തേക്ക് അയാൾ ഒളിച്ച് പോയി പിന്നെ അവിടെ മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നേതാജിയുടെ മരണത്തെ പറ്റി പോലും ഇത്തരം അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇതും. ഇപ്പോൾ ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടായാൽ പോലും തിരിച്ചറിയാതെ ഡ്യൂപ്പുകളെ വെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ DNA പോലും ശത്രുവിന് കിട്ടരുത് എന്നുള്ളത്. കാരണം ഈ ഷങ്കായ് കോർപ്പറേഷൻ്റെ ഉച്ചകോടി നടക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഉറപ്പിക്കാം 2 ഏജൻസികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. ഒന്ന് മൊസാദ്, ഒന്ന് CIA. ഉറപ്പായിട്ടും അവരോടുണ്ടായിരിക്കും. അവർ വേണ്ട നിരീക്ഷണങ്ങളെല്ലാം നടത്തുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നത്. കിം ജോങ് ഉന്നിൻ്റെ ട്രെയിനിൻ്റെ കാര്യം അറിയാമല്ലോ. ആഡംബരവും അതിസുരക്ഷിതവുമായിട്ടുള്ള, മൈന് വെച്ചാലൊന്നും പൊട്ടില്ല. മൈന് ഒരുവിധപ്പെട്ട മിസൈലുകളെ പോലും അതിജീവിക്കാൻ കഴിവുള്ളതാണ് ഈ പറയുന്ന ട്രെയിൻ എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 24 മണിക്കൂർ സുരക്ഷയാണ് കിം ജോങ് ഉന്നിൻ്റെ പ്രത്യേക പട്ടാളം നൽകുന്നത്. അത് ഏത് രാജ്യത്തേക്ക് ഈ ട്രെയിൻ സഞ്ചരിച്ചാലും ശരി തന്നെ പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങൾ അതിന് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കും. അതിൻ്റെ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം നോക്കാനും ആളുണ്ട്, അതിൻ്റെ മുകൾ ഭാഗം നോക്കാനും ആളുണ്ട്. വശങ്ങളിലും ഏത് വിധത്തിൽ നിന്നുള്ള ഒരു ആക്രമണം വന്നാലും ശരി തന്നെ അതിനെ നോക്കാനായിട്ട് അതിന് ചുറ്റും 24 മണിക്കൂർ ഉറങ്ങാത്ത കാവൽ അതിനുണ്ട് എന്നുള്ളതാണ് ആ ട്രെയിനിൻ്റെ. ട്രെയിൻ ഇപ്പോൾ അതിൻ്റെ യാർഡിലാണെങ്കിൽ കൂടിയും, അതായത് കിം ജോങ് ഉൻ സഞ്ചരിക്കുന്നില്ല, അത് ഉത്തര കൊറിയയിൽ അതിൻ്റെ യാർഡിലാണ് ഉള്ളതെങ്കിൽ കൂടിയും അവിടെയും ഇതിൻ്റെ സുരക്ഷ 24 മണിക്കൂറാണ് എന്നുള്ളതാണ്. അത് മറ്റൊരാൾക്കും ആ ട്രെയിനിനെ സ്പർശിക്കാനോ കാണാനോ പോലും കഴിയും. ചൈനയിലും ആ ട്രെയിന് സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കിം ജോങ് ഉന്നിൻ്റെ ട്രെയിനാണ്. അതീവ സുരക്ഷയായിട്ടുള്ള ഒരു മേഖലയിലാണ് അതിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കിം ജോങ് ഉൻ വന്നു. കിം ജോങ് ഉന്നിൻ്റെ ഈ പറയുന്ന ഒരു തരത്തിലുള്ള DNA വെളിയിൽ പോകാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമുണ്ട്. അതുപോലെ ഈ പൂബാഗിൻ്റെ കാര്യം അറിയില്ല കേട്ടോ, അവർക്ക് അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്തായാലും പുടിൻ അതുപോലെയാണ്. കാരണം ഒരാളുടെ ഏറ്റവും വലിയ അയാളുടെ മാർക്കിംഗ് ഉണ്ടാവുന്ന ഒരു വസ്തുവാണ് അയാളുടെ വിസർജ്യം എന്ന് പറയുന്നത്. അയാളുടെ ശരീരത്തിനെ പറ്റി പൂർണ്ണമായിട്ടും പഠിക്കാൻ കഴിയും അയാളുടെ വിസർജ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് നമുക്ക് ഗുരുതരമായ രോഗങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന വിസർജ്യം നിങ്ങളുടെ മലം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർമാർ പറയും. കാരണം
ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യം. അപ്പോൾ പല പ്രശ്നങ്ങളും ശരീരത്തിൻ്റെ പ്രശ്നങ്ങളെ അറിയാനായിട്ടൊക്കെ അതിൻ്റെ ടെസ്റ്റിങ്ങിലൂടെ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഉറപ്പായിട്ടും DNA സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് പുടിൻ ഈ പറയുന്ന വിസർജ്യം, അയാളുടെ എല്ലാ വിസർജ്യവും കൃത്യമായി പാക്ക് ചെയ്ത് കൊണ്ടുപോയത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഉത്തര കൊറിയൻ നേതാവ് അല്ലെങ്കിൽ തന്നെ വലിയ സുരക്ഷയുള്ള ആളാണ്, അതുപോലെ തന്നെ ഭയമുള്ള ആളാണ് ഉത്തര കൊറിയൻ നേതാവ് എന്നുള്ളതും കൂടിയാണ്. ചർച്ചകൾക്ക് പിന്നാലെ ഉത്തര കൊറിയൻ ഭരണാധികാരി അനുഗമിച്ച അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാരാണ് കിമ്മിൻ്റെ ഈ പറയുന്ന സാന്നിധ്യം ഉണ്ടായിരുന്ന മുഴുവൻ സ്ഥലങ്ങളിലും എത്തി കൃത്യമായ പരിശോധന, സൂക്ഷ്മ നിരീക്ഷണം ചെയ്തിട്ടാണ് അവർ കുടിച്ച ഗ്ലാസ് വരെ കൊണ്ടുപോയി മറ്റ് ഫർണിച്ചർ വരെ തുടച്ച് വൃത്തിയാക്കി എന്നുള്ളതാണ്. റഷ്യൻ മാധ്യമപ്രവർത്തകനായ അലക്സാണ്ടർ യുനഷേവാണ് ഈ പറയുന്ന വിഷ്വൽ എടുത്ത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെ പുറത്തേക്ക് വിട്ടത് എന്ന് പറഞ്ഞതാണ്. ഈ പറയുന്ന ഈ കിമ്മും പുടിനുമാണ് കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ വിജയകരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക്. അത് കൃത്യമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ട്. ചായ സൽക്കാരത്തിന് മുമ്പുള്ളതായിരുന്നു. ഈ കിമ്മിൻ്റെ ഫോറൻസിക് തലത്തിലുള്ള മുൻകരുതലുകളുടെ കാരണം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോഴും പറയുന്നില്ല. ഈ പറയുന്ന DNA ഒക്കെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും റഷ്യയുടെ സുരക്ഷാ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ചൈനയുടെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഭീതിയാകാം ഇതിന് പിന്നിലെന്നും പറയുന്നുണ്ട്. അതായത് കിമ്മിന് ചൈനയും റഷ്യയും പോലും വിശ്വാസമില്ല എന്നുള്ളതാണ്. അപ്പോൾ ചൈനയുടെ തണലിൽ ജീവിക്കുന്ന ഒരു രാജ്യമായിട്ട് പോലും ഇവർ വലിയ രീതിയിൽ ഭയക്കുന്നുണ്ട്. അവരുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. കാരണം എപ്പോഴും നിൽക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് ഉത്തര കൊറിയയുടെയും ദക്ഷിണ കൊറിയയുടെയും കഥകൾ എടുത്താൽ തന്നെ അതിഗംഭീരമായിട്ടുള്ള കഥകളാണ്. കാരണം ഇവർ വംശീയമായിട്ടോ വിശ്വാസപരമായിട്ടോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാത്ത ഒരേ ജനതയാണ്. ഇപ്പോൾ കേരളം രണ്ടായിട്ട് മുറിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും. അപ്പോൾ ഒരു വ്യത്യാസമില്ല. കേരളത്തിൽ പിന്നെയും വടക്കും തെക്കും തമ്മിൽ വലിയ വ്യത്യാസം, സാംസ്കാരികമായിട്ട് വ്യത്യാസമുണ്ട്. ഇത് അങ്ങനെ പോലും ഇല്ലാത്ത, പക്ഷേ ഇവർ ഐഡിയോളജിയുടെ പേര് കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും, ആ ഐഡിയോളജിയുടെ പേരിൽ രണ്ടാക്കപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ്. വെസ്റ്റ് ജർമ്മനി ഈസ്റ്റ് ജർമ്മനിയും പോലെ രണ്ടായിട്ട് മുറിക്കപ്പെട്ട ഒരു രാജ്യമാണ്. അതിനുശേഷം ഇവർ ഈ പറയുന്ന വലിയ കടുത്ത ശത്രുത അങ്ങോട്ടും ഇങ്ങോട്ടും പുലർത്തുന്നുണ്ട്. ഈ ചൈനയാണ് ഉത്തര കൊറിയയെ സംരക്ഷിച്ചിരുന്നതും എല്ലാം ചെയ്തിരുന്നത്. ഇപ്പോഴും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ 80% പോലും വിതരണം ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അവർക്ക് വേണ്ട ടെക്നോളജി, കാറുകൾ, ഈ പറയുന്ന ആയുധങ്ങൾ അവർ സ്വയം നിർമ്മിക്കുന്നുണ്ട് എങ്കിലും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയും ഭയമാണ്. റഷ്യയെ ഭയമാണ്, ചൈനയെ ഭയമാണ്, ഇനി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം മറ്റേതെങ്കിലും ഉണ്ടെങ്കിലും ഭയമാണ്. കാരണം ഇതൊരു സ്വതന്ത്രമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ്. തൻ്റെ മകളെയും കൊണ്ടാണ് കിം ഈ പറയുന്ന ഉച്ചകോടിക്ക് എത്തിയത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന ചൈനയുടെ പരിപാടിക്ക് എത്തിയത് അടുത്ത ഭരണാധികാരിയാണ് കിമ്മിൻ്റെ മകൾ എന്നൊക്കെ പറയുന്നുമുണ്ട്. എന്തായാലും ശരി തന്നെ, ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ഒരു വസ്തുത, തൻ്റെ വിരലടയാളം പോലും ശത്രുക്കൾക്ക് ലഭിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. എന്നാലും പുടിന് 5ഓളം അപരന്മാരുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ് പലതും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സൗണ്ട് മോഡുലേഷൻ വരെ ചെയ്ത ആൾക്കാരാണെന്ന് പറയുന്നത്. അതായത് പുടിൻ സംസാരിക്കുന്നത് എപ്രകാരമാണ് അതേ ശബ്ദം തന്നെയുള്ള ആൾക്കാരാണ് പുടിൻ്റെ അപരന്മാരായിട്ടുള്ളത്. അതെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്താണ് അവരെപ്പോഴും യാത്ര ചെയ്യുന്നത്. പലപ്പോഴും പുടിൻ ഉള്ളറകളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് പതിവ്, പുറത്തു വരുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഈ അപരന്മാരാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു രസകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കിം ജോങ് ഉന്നിൻ്റെ വിരലടയാളം പോലും അവർ സംരക്ഷിക്കുന്നു. അത്രയേറെ ഗൗരവവും ഗുരുതരവും സംശയവും ഭയവും എല്ലാം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ലോകക്രമത്തിലുള്ളത്. പ്രത്യേകിച്ച് സ്വേച്ഛാധിപതികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ ഭയമുണ്ട് എന്നുള്ളത് ഇപ്പോൾ തെളിയിക്കപ്പെടുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.